ഈ ലോകത്തെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എനർജി കൊണ്ടാണ്. ഒരു വ്യക്തി ഉപയോഗിച്ച വസ്തുവിൽ ആ എനർജി ആക്സസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഓറ എനിക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? സ്വാമി വിവേകാനന്ദൻ, ജീസസ് ക്രൈസ്റ്റ്, ബുദ്ധ, അതുപോലെ തന്നെ വിശുദ്ധരായിട്ടുള്ള ആൾക്കാർ, അവരുടെ ഹയർ ലെവൽ റിലത്തിലേക്ക് പോകാനായിട്ട് ആക്സസ് കിട്ടുന്ന രീതിയിലാണ് അവർ ജന്മനാ തന്നെ. കലാകാരന്മാർക്ക് പൊതുവേ ഓറ കൂടുതലായിരിക്കും കേട്ടോ. ആതിരയിട്ടിരിക്കുന്ന കമ്മൽ, ഇതൊക്കെ സൂക്ഷ്മതലത്തിൽ, അതിസൂക്ഷ്മതലത്തിൽ മൈക്രോ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പന്ദിക്കുന്ന തന്മാത്രകളല്ലേ. ഓറയെ നമുക്ക് ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടലിനി ധ്യാനം ചെയ്യുന്നത് നല്ലതാണ്. നമസ്കാരം സർ. നമസ്കാരം. എല്ലാവർക്കും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാലിനെ പോലെ ഓറ കിട്ടണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെലിബ്രിറ്റീസിന്റെ രീതിയിലുള്ള ഒരു ഓറ കിട്ടണം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എതിരെ എന്തൊക്കെ അലിഗേഷൻസ് വന്നു കഴിഞ്ഞാലും, ഇപ്പോ ഭൂമി ഇടിഞ്ഞ് താഴേക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും ഇവരിലേക്ക് ആകർഷിക്കപ്പെടാൻ ശക്തിയുള്ള ഒരു കാര്യമാണ് ഇവരുടെ ഓറ എന്ന് പറയുന്നത്. അത് കാണുന്ന സമയത്ത് പലർക്കും തോന്നുന്ന കാര്യം, എൻ്റെ ഓറ എനിക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ സാറിൻ്റെ ഈ പറയുന്ന ഓറ എങ്ങനെ തിരിച്ചറിയാന്ന് പറയുന്നതിൽ ഒരുപാട് സംശയം വന്നിട്ടൊരു കാര്യമാണ്. ഫോട്ടോയിലൊക്കെ ഓറയൊക്കെ തിരിച്ചറിയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ആണെങ്കിൽ പലർക്കും കണക്ട് ചെയ്യാനെങ്കിലും പറ്റും. അല്ലാത്ത ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് അറിയാൻ സാധിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ വളരെയധികം സംശയങ്ങൾ ഞാൻ കണ്ടിരുന്നു, കമൻറ്റ് വന്നിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് മാധ്യമമായിട്ടുള്ള ഇതിൽ കഴിഞ്ഞ തവണ രോഹിത് ഭായിയുടെ ഒരു ഫോട്ടോ ഞാൻ വെച്ചിട്ട് ലൈവായിട്ട് ഡൗസ് ചെയ്യുന്നത് കാണിച്ചായിരുന്നു, ഒരു വീഡിയോ വന്നിരുന്നു. അപ്പം അതിൽ ചിലർ ചോദിച്ചിരുന്നു, അചേതനമായ വസ്തുവിൽ എങ്ങനെ നിങ്ങൾക്ക് ഓറയെ കണ്ടെത്താൻ പറ്റും? ഒരു ചോദ്യം, അതിന് ഞാൻ മറുപടി തരാം. വേറൊന്ന്, ഓറ എങ്ങനെയാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത് എന്നുള്ള. ഇനി അചേതനമായ വസ്തു എന്ന് ഈ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, ഇത് അചേതനമാണെന്ന് ആരാ പറഞ്ഞു? തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് വരാൻ കാരണം എന്താണെന്ന് അറിയൂ? ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട്, ആതിരയിട്ടിരിക്കുന്ന കമ്മൽ, ഇതൊക്കെ സൂക്ഷ്മതലത്തിൽ, അതിസൂക്ഷ്മതലത്തിൽ മൈക്രോ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പന്ദിക്കുന്ന തന്മാത്രകളല്ലേ. ഈ സ്പന്ദിക്കുന്ന തന്മാത്രകളുടെ തലത്തിലേക്ക് അതിൻ്റെ സ്പന്ദനങ്ങളെ അറിയാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അതിൽ ഓറയെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതിലെ എനർജിയെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇത് എനർജിയാണ്. ഈ ലോകത്തെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എനർജി കൊണ്ടാണ്. അപ്പോൾ എനർജിയെ അസസ് ചെയ്യാൻ കഴിവുള്ള സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാൾക്ക് അചേതനമായ ഒരു ഫോട്ടോ ആയിക്കൊള്ളട്ടെ, അത് ഡിജിറ്റൽ മാധ്യമത്തിലുള്ളൊരു ഫോട്ടോ ആയിക്കൊള്ളട്ടെ. ഇനി ഡിജിറ്റൽ മാധ്യമത്തിൽ കഴിഞ്ഞ തവണ ഞാൻ ചെയ്തപ്പോൾ രോഹിത് ഭായി എൻ്റെ നേരെ മുന്നിലുണ്ട്, ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു വ്യക്തിയുടെ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിജിറ്റലാണോ, അത് ഫിസിക്കൽ ഫോട്ടോ ആണോ, എന്തും ആയിക്കൊള്ളട്ടെ, അയാൾ ഉപയോഗിച്ച ഒരു ഷർട്ട് പോലും കിട്ടിയാൽ മതി, ഒരു ഒബ്ജക്റ്റ് കിട്ടിയാൽ മതി, ഇയാളുടെ ഓറ നമുക്ക് എടുക്കാം. ഇങ്ങനെ തന്നെയാണ് ഇവർക്കെതിരെ മാന്ത്രികം ചെയ്തിട്ട് ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ. ഒരാളുടെ നഖമോ അല്ലെങ്കിൽ മുടിയോ അല്ലെങ്കിൽ അവരുപയോഗിച്ച ഒരു വസ്തുവോ കിട്ടിയാൽ മതി. ഡയസിറയിൽ പറയുന്നത് അതാണ്, ഒരു വ്യക്തി ഉപയോഗിച്ച വസ്തുവിൽ ആ എനർജി ആക്സസ് ചെയ്യാൻ പറ്റും, അവരുടെ എനർജി അതിലുണ്ടാവും. അപ്പോൾ ഓറ എന്ന് പറയുന്ന സംഗതിയെ കാണണമെങ്കിൽ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണില്ല. അത് സൈക്കിക് എബിലിറ്റി ഉള്ളവർക്ക്, അതായത് ക്ലെയർ വോയൻസ് എന്ന് പറയുന്ന ഒരു കഴിവുള്ള ആൾക്കാരുണ്ട്, ക്ലെയർ സെന്റിനൻസ് ഉള്ളവരുണ്ട്, ക്ലെയർ ഓഡിയൻസ് ഉള്ളവരുണ്ട്. ക്ലെയർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത ഫ്രീക്വൻസി ഇവർക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില സ്മെല്ലുകൾ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെ സ്മെല്ല് കിട്ടിയാൽ ഞാൻ പറയും ഇവിടെ കാവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ സർപ്പത്തിൻ്റെ അധിവാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആളുകൾ അത്ഭുതപ്പെടും. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് സ്മെല്ല് കിട്ടുന്നില്ലല്ലോ. പക്ഷേ ആ എസ്റ്റേറ്റിൽ ചെന്ന് അവിടുത്തെ വാച്ച്മാനെ കണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ കളിയാക്കിയിട്ട് ചെന്ന് ചോദിച്ചു ഇതെല്ലാം ഒന്ന് തെളിയിക്കാൻ. അപ്പോൾ അദ്ദേഹം പറയാണ് രാജവെമ്പാല ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഇവിടെ സാറിന് കിട്ടിയോ? ഞാൻ പറഞ്ഞു സ്മെല്ല് കിട്ടി. ചിലർക്കത് കിട്ടും എന്ന് ആ വാച്ച്മാൻ പറയാണ്. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ കഴിവുകൾ എന്ന് പറയുന്നത് സൈക്കിക് എബിലിറ്റിയാണ്. ക്ലിയർ വോയിൻസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ വിഷൻ, അതായത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കഴിവ്. അവരുടെ മെൻ്റൽ ഫാക്കൽറ്റി, അവരുടെ ബ്രെയിൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ മെൻ്റൽ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നത് വേറെ തലത്തിലാണത്, സാധാരണ മനുഷ്യരുടെ തലത്തിലല്ല. അത് സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല, ശരിയാണ്. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത് സാധ്യമല്ലാത്ത ആൾക്കാരുടെ എണ്ണമല്ലേ കൂടുതൽ, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ അധികം പേരും ഇത് സെൻസ് ചെയ്യാൻ പറ്റാത്തവരായതുകൊണ്ട് കൂടുതൽ പേരും അതിനെ വിശ്വസിക്കില്ല. സെൻസ് ചെയ്യാൻ പറ്റുന്നത് വളരെ തുച്ഛം, ഒരു 2-3% മാത്രമാണ് ഹോൾ വേൾഡിലെടുത്താൽ. അപ്പോൾ അവർ പറയുമ്പോൾ ഇവർക്കത് അധികപ്പറ്റായിട്ട് തോന്നും, അല്ലെങ്കിൽ അധികപ്രസവമായിട്ടൊക്കെ തോന്നും. അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ചോദ്യങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അചേതനമായ വസ്തു എന്നൊന്നില്ല ഈ ലോകത്ത്, എല്ലാത്തിലും എനർജി ഉണ്ട്. സ്പന്ദിക്കുന്ന തന്മാത്രകളാണ് അല്ലേ? ആ തന്മാത്രകളെ ചലിപ്പിക്കുന്ന ശക്തി ഏതാ? എനർജി അല്ലേ?
അതാണ് നമ്മൾ തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു അല്ലെങ്കിൽ ദൈവിക ശക്തിയെക്കുറിച്ച് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓക്സിജൻ ഉണ്ടെന്ന് പോലും തെളിവ് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ശ്വസിക്കുന്നുണ്ട് ഓക്സിജൻ, ആതിര കണ്ടോ ഓക്സിജൻ? ആ, ശാസ്ത്രം തെളിയിച്ചപ്പോൾ വിശ്വസിച്ചു അല്ലേ? ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു മൂലകമാണ്, നമ്മൾ ജീവൻ നിലനിർത്താൻ അത് ആവശ്യമാണ്, അതില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. എന്നാൽ ഓക്സിജൻ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഈ തലത്തിൽ നിൽക്കുന്ന സംഗതികളെ നമ്മൾക്ക് സൈക്കിക് തലത്തിൽ മാത്രമാണ് അത് നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ബ്രെയിൻ കൊണ്ട് ഇതിനെ വിവേചിച്ചറിയാൻ പറ്റില്ല. ഇനി ആദ്യം ചോദിച്ച അതേ ചോദ്യം തന്നെ, ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ എനിക്കിപ്പോൾ എൻ്റെ ഓറ കൂട്ടണം, അല്ലെങ്കിൽ എന്നിലേക്ക് ആൾക്കാർ എൻ്റെ എന്ത് സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ എന്ത് പ്രശ്നങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാലും പക്ഷെ എൻ്റെ ഓറ അവിടെ നശിക്കാൻ പാടില്ല, അതിനെന്തായിരിക്കും ഒരു വഴി എന്ന് പറയുന്നത്? അത് മെയിനായിട്ട് യൂണിവേഴ്സിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്. ഇപ്പോൾ കിർലിയൻ ക്യാമറ എന്ന് പറയുന്നൊരു ക്യാമറയുണ്ട്. ആ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ നമ്മളെ രണ്ടുപേരെയും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഊർജ്ജം വ്യത്യസ്തമായിട്ട് അതിനകത്ത് കാണാൻ പറ്റും. മനസ്സിലായോ? കിർലിയൻ ക്യാമറയിൽ ഒരു ടെസ്റ്റ് നടത്തി ഞാൻ പറയാം. ഒരു ഇല എടുത്തിട്ട് ആ ഇലയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയും. എന്നിട്ട് കിർലിയൻ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ആ മുറിഞ്ഞു പോയ ഭാഗത്ത് പ്രകാശം പോലും ഉണ്ട് അതേ ആകൃതിയിൽ. എങ്ങനെ വന്നു? ഫാൻറ്റം ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചില ബുക്കുകളിൽ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. ഒരാൾക്ക് കാല് മുറിച്ച് കളഞ്ഞു 1 വർഷം കഴിഞ്ഞു, പക്ഷേ വലത് കാല് മുറിച്ച് കളഞ്ഞാൽ ആ കാലിൻ്റെ ഒരു വിരലിൻ്റെ തുമ്പത്ത് കൊതുക് വന്നിരുന്ന് കടിക്കുന്നു എന്ന തോന്നൽ ഇദ്ദേഹത്തിനുണ്ടാവും. എന്തുകൊണ്ടുണ്ടാവുന്നു? അതും ഒരു സൈക്കിക് ഒരു പെർസെപ്ഷനാണ് അത്. ശരിക്കും പറഞ്ഞാൽ കാലുണ്ടോ ആക്ച്വലി അവിടെ? കാലില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ 4 പേരല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിലോ സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാൾക്ക് അത് കണ്ടെത്താൻ പറ്റും. ഞാൻ ആ സൈക്കിക് എബിലിറ്റി ഉപയോഗിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ്, വെറുതെ ഉപയോഗിക്കാറില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ഓറ എന്ന് പറയുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ചിലർ ജന്മന ആ ഓറയുള്ളവരായിരിക്കും. കാരണം അവരുടെ ജന്മം, അവരുടെ ഒരു ആത്മാവിൻ്റെ തലത്തിൽ ബോധവിത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഹയർ ലെവലിലുള്ള ഒരു ജന്മമായിരിക്കും അത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്വാമി വിവേകാനന്ദൻ, ജീസസ് ക്രൈസ്റ്റ്, ബുദ്ധ, അതുപോലെ തന്നെ വിശുദ്ധരായിട്ടുള്ള ആൾക്കാർ, അവരുടെ ഹയർ ലെവൽ റിലത്തിലേക്ക് പോകാനായിട്ട് ആക്സസ് കിട്ടുന്ന രീതിയിലാണ് അവർ ജന്മനാ തന്നെ. അവർക്ക് ഓറ കൂടുതലായിരിക്കും. കലാകാരന്മാർക്ക് പൊതുവേ ഓറ കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ ഓറയെ നമുക്ക് ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടലിനി ധ്യാനം ചെയ്യുന്നത് നല്ലതാണ്. ചക്ര മെഡിറ്റേഷൻ, അതായത് മൂലാധാരം മുതൽ സഹസ്രാരം വരെ ചക്രങ്ങളെ 7 ചക്രങ്ങളെ ഉണർത്തിക്കൊണ്ടുള്ള ധ്യാനം കൃത്യമായ ഹീലിങ്ങിലൂടെ അഭ്യസിച്ചവർ ഈ റിലത്തിലേക്ക് പോയിട്ടുണ്ട്. പഴയ ലൈഫ് കിട്ടിയ ആൾക്കാരുണ്ട്, അഡ്വാൻസ് ലെവലിൽ. ചക്ര ധ്യാനത്തിൻ്റെ സമയത്ത് കോവിഡ് കാലത്ത് എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന പലരും അവരുടെ പാസ്റ്റ് ലൈഫ് കണ്ടു. ഞാൻ കാണിച്ചു കൊടുത്തതല്ല, അവർ ആ റിലത്തിലേക്ക് റീച്ച് ചെയ്തപ്പോൾ അവർക്ക് തന്നെ അവരുടെ പാസ്റ്റ് ലൈഫ് കിട്ടി. അതിലൊരു ടീച്ചർ ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. അവർ ഒരു ടീച്ചറാണ്. ആ ടീച്ചർ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ പഠിപ്പിച്ച പല കാര്യങ്ങളും അവർ PhD ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ വ്യക്തി അവിടെ അവർ കണ്ടത് അവരൊരു നർത്തകിയായിട്ടാണ്. ഈ ജന്മത്തിൽ അവർക്ക് ഈ നൃത്തത്തോട് വലിയ ആവേശമാണ്. അവർ കണ്ടത് വേറൊരു ദേശത്ത് അവർ നിൽക്കുന്ന കാഴ്ച, ഇതൊക്കെയാണ് മെഡിറ്റേഷനിൽ കണ്ടത്. എന്നിട്ട് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. പിന്നീട് അവരൊരു ഒരു ടൂറിന് പോവുകയാണ്. ആ ടൂറിന് പോയപ്പോൾ അവരവിടെ കണ്ടു ഇതേ പ്രദേശം തന്നെ അന്ന് മെഡിറ്റേഷനിൽ കണ്ടു. അപ്പോൾ അവരവിടെ ചെന്നപ്പോൾ അവർ പാസ്റ്റ് ലൈഫ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതെങ്ങനെ സംഭവമായി? ആ റിലത്തിലേക്ക് കടക്കാൻ പറ്റും. ഓറ നമ്മൾ വർദ്ധിപ്പിക്കണമെങ്കിൽ മെയിൻ കാര്യങ്ങൾ ഇതാണ്.